അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറയിലാണുള്ളത്. വെട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് എടവണ്ണപ്പാറയ്ക്ക് അടുത്ത് തന്നെയാണ്. ഇവിടെ അബ്ദുൽ ഹമീദ് സഖാഫി ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത്, ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനായുടെ ഹയാത്ത് കാലത്ത് ഷെയ്ഖുനാനെ പോയി കാണാനും ബന്ധപ്പെടാനും അനുഭവിക്കാനും അവരെ കാൺകുളിർത്ത് കാണാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഏതായാലും ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് മടവൂർ ഷെയ്ഖുനാനെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങൾക്ക് വേണ്ടി ഉസ്താദിൻ്റെ മനസ്സ് തുറക്കുകയാണ്. ഉസ്താദിനെ മടവൂർ കാഫിലയിലേക്ക് സ്വാഗതം ചെയ്യാം. ഉസ്താദ് എന്തൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. ഏതായാലും ഇവിടെ വരാനും കാണാനും ഉസ്താദിൻ്റെ അടുത്ത് എത്താനൊക്കെ ഭാഗ്യം കിട്ടി. നമ്മൾ ഇന്നലെ തൊട്ട് ഉസ്താദിനെ വിളിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ ഉസ്താദിന് തിരക്കായിരുന്നു. ഏതായാലും ഉസ്താദ് സി എം വലിയുല്ലാഹി ബഹുമാനപ്പെട്ട കുത്തുബുൽ ആലം ഷെയ്ഖുനാടത്തേക്ക് അറിയുന്നതും ബന്ധപ്പെടുന്നതും ഏത് സമയത്തായിരുന്നു? ഞാൻ 1980 വെള്ളിമാട് നിന്ന് പറമ്പിൽ ബസാറിലാണ് എൻ്റെ ദർസ് പഠന തുടക്കം. ഉസ്താദാരായിരുന്നു? വാവൂരിൽ എൻ്റെ ഉമ്മയുടെ അമ്മാവൻ്റെ മകൻ അബ്ദുൽ കരീം ഫൈസി, വാവൂർ തൊട്ട മഹലിൽ. അവർ പട്ടിക്കാട് നിന്ന് ആദ്യമായി ദർസ് തുടങ്ങുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന കാലത്ത് മുതൽക്ക് 1980 അവിടെ പഠിച്ചു. 1981, 82, 83 വർഷങ്ങളിൽ പുല്ലാളൂർ സി എം വലിയുല്ലാഹി ദർസ് നടത്തിയ പള്ളിയിൽ അവിടെ ആയിരുന്നു പിന്നെ 3 വർഷത്തെ പഠനം. അന്ന് സി എം വലിയുല്ലാഹി അവിടെ പഠിക്കുന്ന ദർസ് നടത്ത കാലത്താണ് ഇടയ്ക്ക് ഇങ്ങനെ റോട്ടുമൂടെ നടക്കലും ഖുർആൻ ഓതി ഇങ്ങനെ റോട്ടുമൂടെ സൂചി ചെയ്യുന്ന കാലം ദർസ് നടത്തി മറ്റു മേഖലയ്ക്ക്. സി എം ദർസിലല്ല, ആ പള്ളിയിലുണ്ട്. നടക്കുന്ന കാലത്ത് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായി കാണാൻ പോകുന്നത് 1981 അതാണ് കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ കിടക്കുന്ന അക്കാലത്ത്. ഒരു വെള്ളിയാഴ്ച എന്നാണ് ഓർമ്മ. കാലത്തെ സുബഹി നിസ്കരിച്ച് ഞങ്ങൾ പോയി. അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ വന്നപ്പോൾ കണ്ണടച്ച് ഞാൻ കിടക്കുകയാണ്. അങ്ങോട്ട് പറയും ഫസ്റ്റ് കാഴ്ച, ഔദ്യോഗികമുള്ള ഫസ്റ്റ് കാഴ്ച അതാണ്. അന്ന് സൗന്ദര്യം, അതെ, നല്ല എടുത്ത ശരീരം, ഭക്ഷണമില്ല, നല്ല ഇതുണ്ട്, പൗഡറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നു നല്ല. അപ്പോൾ കണ്ണടച്ച് കിടക്കുമ്പോൾ ഞാൻ കണ്ണ് തുറന്നിട്ട് സംസാരിക്കാമെന്ന് കരുതി ഞാൻ കുറേ നേരം അങ്ങനെ ഉണ്ടാകുന്നു. അവന് വന്ന ആവശ്യം പറയാം എന്ന് പറഞ്ഞു. കണ്ണ് തുറന്നിട്ടില്ല. ഇല്ല, ആവശ്യങ്ങൾ പറഞ്ഞു, ദുആ ചെയ്തു, പോവാം. രണ്ട് കലിമത്ത് മാത്രം. ആദ്യമായുള്ള ബന്ധം അങ്ങനെയാണ്. വേറെ ഒന്നും ചോദിച്ചില്ല? വേറെ ഒന്നും ചോദിച്ചില്ല. അന്ന് വിഷയം പറഞ്ഞു, ദുആ ചെയ്തു തന്നു. ഞാൻ പഠനത്തെ വിഷയം പറഞ്ഞു. അത് പറഞ്ഞു പഠിക്കാനില്ലല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒടുങ്ങാക്കാട്, അടിവാരടുത്ത് ഒടുങ്ങാക്കാടിൽ പോകുന്ന കാലത്ത്, ഞാൻ അവിടെ മുത്തമിലുണ്ടായിരുന്ന കാലത്ത് 1980 അതിന് മുമ്പ് കാണല അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അവിടെ സിയാനത്ത് പോകുമ്പോൾ മക്കാമിൻ്റെ അടുത്ത് നിർത്തി അന്ന് കാറിൽ ഇങ്ങനെ കിടക്കുക. സിയാമങ്ങനെ കാറിൽ ഇങ്ങനെ കിടന്നിട്ടാണ് പോണത്. ഇങ്ങനെ അപ്പോൾ ഫോട്ടോയൊക്കെ ഇട്ട് നല്ല ഇട്ടിട്ടുണ്ട്. താടിയൊക്കെ അന്നൊക്കെ താടി വടിക്കുന്ന സമയമാണ്, നല്ല സമയം. അവിടെ കാറിൽ ഇരുന്ന് സിയാറത്ത് ചെയ്തു. ഇതായിരുന്നു. നേരെ ഒരു വയനാട്ടിൽ പോവുകയും ചെയ്തു. അത് പിന്നുള്ള കാഴ്ചയാണ്, രണ്ടാഴ്ച കാട്ട്. ഇവിടെ വരാറുണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ. ഇവിടെ എടവണ്ണപ്പാറ വരുമ്പോൾ ചിലപ്പോൾ ഒരു വീട്ടിൽ ഇവിടെ വരലുണ്ട്. അവർക്ക് സീനത്ത് അലിയാക്കെന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു ഇവിടെ. സീനത്ത് അലി എന്ന പേര്, ഫോറസ്റ്റുകാരനായിരുന്നു. ഇല്ല, മരണപ്പെട്ടു പോയി. മൂപ്പർക്ക് മക്കളുണ്ടാവില്ല. ഭാര്യ ഗർഭിണിയാണ്. 4-5 മാസം ആകുമ്പോഴേക്ക് അപോർഷനായി പോകും. 3-4 പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ വിഷയം അദ്ദേഹത്തോട് പറഞ്ഞു. സി എം വലിയുള്ളാഹിയുടെ ഇങ്ങനെ വിഷയമുണ്ട്. അപ്പോൾ ഇനി ഗർഭിണിയായാൽ അബ്ദുൽ ജലീൽ എന്ന് പേര് വിളിക്കുക എന്ന് പറഞ്ഞു. അത് പറഞ്ഞു. കുറച്ച് ഗർഭിണിയായാൽ പേര് വിളിക്കുക. അതെ. അപ്പം എന്താക്കി പറഞ്ഞ പോലെ അവൾ ഗർഭിണിയായി അബ്ദുൽ ജലീലിന് പേര് വിളിച്ചു. ഇപ്പം 4 ആൺമക്കളുണ്ട്. പിന്നീട് 4 ആൺമക്കളുണ്ടായി. നല്ല ഉഷാറാണ്. നമ്മുടെ നാട്ടിലെ അനുഭവമാണ്, എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഉപ്പ മരണപ്പെട്ടു പോയി. മക്കൾ 4 ആളുണ്ട്. എൻ്റെ ഉപ്പ ഈ വയറുവേദൻ്റെ അപ്പൻഡിക്സിന് രോഗമായി 18 കൊല്ലത്തോളം രോഗിയായി കിടന്ന ആളാണ്. ഉപ്പൻ്റെ വിഷയം അവർക്ക് ഉപ്പനെ പറഞ്ഞപ്പോൾ ഉപ്പ തന്നെ അങ്ങനെ അസുഖമുണ്ട് എന്ന് പറഞ്ഞു. അത് പൂർണ്ണമായ സുഖമാവില്ല എന്ന് പറഞ്ഞു ഉപ്പനോട്. പൂർണ്ണമായ സുഖമായിട്ടുമില്ല. വഫാത്തുണ്ടായതും
ആ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അങ്ങനെ തന്നെ ശൈഖുന പറഞ്ഞു. റബ്ബിന്റെ അടുത്ത് നിന്ന് മാറ്റാൻ തീരുമാനമില്ല. അതെ, അങ്ങനെ കുറേ അനുഭവം. ശൈഖുന അടുത്ത് വരുന്നിടത്ത് ഞാൻ മാറ്റി എന്ന് പറഞ്ഞു. അതെ, മാറ്റുന്നത് ഇതാണ് പറയുന്നത്. പൂർണ്ണമായ സുഖമില്ല എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ അടുത്തുള്ള അതെ, 3 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. 18 കൊല്ലത്തോളം എന്തായാലും രോഗമായി കിടന്നിട്ടുണ്ട്. പൂർണ്ണമായ സുഖമില്ല. ചിലപ്പോൾ 6 മാസമോ അല്ലെങ്കിൽ 3 മാസമൊക്കെ സുഖം ഉണ്ടാവും, പിന്നെയും തുടങ്ങും. അങ്ങനെ ചെറിയ ആശ്വാസം കിട്ടും, അത്രേ ഉള്ളൂ. മരണം വരെ ആ രോഗം തന്നെ തുടങ്ങും. അങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ സ്വന്തമുള്ളതുണ്ട്. പിന്നെ ഞങ്ങൾ കുന്നങ്ങളുടെ അടുത്ത് പെരുങ്ങളത്ത് തോന്നുമ്പം പള്ളി തൊട്ടടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഗൾഫ് പോകാൻ വേണ്ടി സീമൻ്റെ വീട്ടിൽ അവിടെ പോയി, മൂപ്പൻ്റെ വീട്ടിൽ പോയി. ഗൾഫാണ്, നിനക്ക് വിസയില്ല എന്ന് പറഞ്ഞു. അയാളൊന്നും പോയിട്ടില്ല. ഒരുപാട് ശ്രമിച്ചു വിട്ടിട്ടുണ്ട്. അയാൾ ശൈഖുന പറഞ്ഞതിന് ശേഷം ശ്രമിച്ചു. അറിയില്ലല്ലോ, അത് അറിയില്ല. അപ്പോൾ ഗൾഫ് പോലെ താല്പര്യമില്ല. ആര് പോയാലും ഗൾഫിന് അനുകൂലമായി പ്രാർത്ഥിക്കൽ വളരെ കുറവാണ്. ഏറ്റവും അനുഭവമാണ്. കൂട്ടുകാരൻ പറഞ്ഞു തന്നെ, എന്നോടങ്ങനെ പറഞ്ഞു. ഞാൻ അന്നോൾക്ക് പിന്നെയും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. അങ്ങനെ കുറേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ശുദ്ധമായിട്ടുള്ള പറഞ്ഞ് കേട്ടതല്ല, നമ്മൾ നേരിട്ടുള്ള അനുഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഉസ്താദ് എന്നിട്ട് ശൈഖുനാനെ കണ്ട ചിറ്റടി മുറ്റത്ത് പോയി മൂപ്പൻ്റെ വീട്ടിൽ പോയാൽ കണ്ടത്? കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിൽ കുറേ കറന്നാൽ കടുപ്പിലാണല്ലോ അതൊക്കെ. അന്നൊക്കെ അവിടെ തന്നെയല്ലേ, പിന്നെ മരിച്ചിട്ടല്ലേ നിങ്ങൾ പോകുന്നുള്ളൂ. അതെ അതെ അതെ. അവിടെ വെച്ചാൽ നിങ്ങൾ ഈ നടക്കുന്ന സമയം ദർശി പിന്നെ പഠിക്കുന്ന സമയത്ത് പിന്നെ നടക്കുന്ന സമയത്ത് കണ്ടിരുന്നു ഇല്ല? പിന്നെ ഈ സിയാർത്തുമായി കഴിച്ചിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. അതല്ല ചോദിച്ചത്, പുല്ലാലൂര് ദർശി പഠിക്കുന്ന സമയത്ത് ശൈഖുന അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഏത് അങ്ങനെ റോഡ് കൂടാണെന്ന് സൂചി ചെയ്യാറുണ്ട്. അവിടെയാണ് ദർശനം നിർത്തിയിട്ട് പിന്നെ ഈ മേഖലയ്ക്ക് തിരുന്ന് അവിടെ പിന്നെ ദർശനം നിർത്താൻ പോയിട്ടില്ല. പുല്ലാലൂർ നിന്നാണ് ലാസ്റ്റ്. ശൈഖുനാനെ കുറിച്ച് കേൾക്കുന്ന എവിടെ നിന്ന്? കേൾക്കാൻ ഉപ്പയിൽ നിന്ന് ഞാൻ കേൾക്കാൻ, ഇവിടുന്ന് കൂട്ടം തന്നെ ഉപ്പ് പറയാറുണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ചെറിയ കുട്ടിയാണല്ലോ, 1978 80 കാലത്തല്ല, 78. ഞാൻ 78 ആദ്യമായി മുത്താലിയുമായി ഉളവട്ടൂർ പഠിക്കാൻ പോകുന്നത്. അപ്പോഴൊക്കെ ഇപ്പോൾ പറയാറുണ്ട് ഇങ്ങനെ സംഭവങ്ങൾ, ഇങ്ങനെ ഇവിടെ വരലോ താമസിക്കുന്നതൊക്കെ ഉള്ളത്. ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പാപ്പുൻ്റെ വീട്ടിൽ, മൊയ്ൻ ബാപ്പുവിൻ്റെ വീട്ടിൽ, പണ്ടേ വരുന്ന സ്ഥലമാണ് ഇവിടെ പാറ. പിന്നീട് വഫാത്തിന്റെ സമയത്ത് എനിക്ക് ഞാൻ കണ്ണൂർ ജില്ലയിൽ ജോലി പഠിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ പോകാൻ പറ്റിയില്ല. ഇല്ല, അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ പോയിട്ടുള്ളൂ, നമുക്ക് പോയിട്ടുള്ളൂ. അതെ, പെട്ടെന്നാവേണ്ടത്. ഇന്നത്തെ സൗകര്യം ഇല്ലല്ലോ അന്ന്. അതെ, യാത്ര സൗകര്യം ഇല്ല, അറിയാനുള്ളൊരു സൗകര്യം ഇല്ല. അതെ. പിന്നീട് ഉസ്താദിനെ എടുത്ത് പറയാൻ പറ്റിയ അനുഭവം എന്താണ്? പിന്നെ പലരും പറഞ്ഞ അനുഭവം, നേരിട്ടുള്ള അനുഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഒരു പലരും നമ്മൾ കേട്ട അനുഭവങ്ങൾ പങ്കുവെച്ച് പലതും ഉള്ളത്. ഉസ്താദിന്റെ ജീവിതത്തിൽ ഉസ്താദിനെ കണ്ട കാഴ്ച എന്തായിരുന്നു? ഫസ്റ്റത്തെ ഒരു കാഴ്ച ഉണ്ടല്ലോ, അന്നിപ്പോൾ നമ്മൾ 1-ാം മുത്താലിമാണല്ലോ. കൂടുതൽ നമ്മൾ ആളുടെ മുമ്പ് വലിയൻ്റെ അടുത്ത് പോയി നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ വലിയ അവസ്ഥ എന്താണ്? അന്ന് ഒരു വലിയ ആണെന്ന് ഉസ്താദിനെ അറിയുമായിരുന്നു? അറിയാം, അതറിയാം. കാരണം എല്ലാവരും വരുന്നതും പോകുന്നൊക്കെ. കാരണം പ്രത്യേകിച്ച് ഒരു റൂമിൽ കിടക്കുമ്പോൾ ഇത്രയും ആളുകൾ വന്ന് ഇതാക്കുന്നു. പോയി കാണാൻ നേരത്ത് ഉസ്താദിന്റെ ഒരു പ്രതീക്ഷ പെട്ടെന്ന് ഒരു വലിയനെ കാണാൻ വേണ്ടി ആണല്ലോ പോണത്. നമ്മളൊരു കണക്കൂലി അല്ലെങ്കിൽ ഒരു മുത്തായാലും നമ്മുടെ കണക്കൂലി വലിയ തലയൊക്കെ വലിയ താഴെ സംഭവം, അങ്ങനത്തെ ഒരു ചുറ്റൊരു ചിന്ത നമുക്ക് തരുമായ നമുക്ക് ചിലർക്കെങ്കിലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചെല്ലുമ്പം അവിടെ ചെല്ലുമ്പോൾ ശൈഖുനാനെ കാണുന്നത് നല്ല ചെറിയൊരാളെ പോലെ താഴെയൊക്കെ പഠിച്ച് നല്ല ഒരു പൗഡറൊക്കെ ഇട്ട് ആ ഒരു അവസ്ഥ എന്താ വിചാരിച്ചു? അല്ല, അത് ഞാൻ അങ്ങനെ നേരത്തെ കുറച്ച് കേട്ടത് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ട്. മാത്രമല്ല നമ്മൾ ഔദ്യോഗികമായിട്ട് അതിന് മുമ്പ് ഞാൻ ഉൾനാട് പഠിക്കുമ്പം കാർന്ന് കണ്ടെന്ന് പറഞ്ഞല്ലോ. ഔദ്യോഗികമായിട്ട് വിട്ടുപോയി കണ്ടതാണെങ്കിൽ കൂടി മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ആളെ എനിക്ക് ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. മലബോധം തന്നു, മതി നമ്മിൽ വന്നു.